ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയുന്നത് ഫിസിക്സ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ചാപ്റ്റർ 7 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഇതിൽ പ്രധാനപ്പെട്ട ഭാഗം മാത്രം വെരി ഇമ്പോർട്ടൻ്റ്. ഇതെല്ലാം എക്സാമിന് വരും അല്ലേ. നമുക്ക് ആദ്യം റിജിഡ് ബോഡി എന്താണ്? റിജിഡ് ബോഡി. റിജിഡ് ബോഡി റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ റിജിഡ് ബോഡി ഈസ് എ ബോഡി വിച്ച് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം. വ്യക്തമായ വോളിയവും ഉള്ളളവും ആകൃതിയുമുള്ള ഒരു ബോഡിയാണ് റിജിഡ് ബോഡി. ആ റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ല് കണ്ടില്ലേ, കല്ല് ഇതേപോലെ ഇത് റിജിഡ് ബോഡിയാണ്. കല്ല് വരയ്ക്കുക, കല്ല് ഇത് സ്റ്റോൺ അല്ലേ, അത് റിജിഡ് ബോഡിയാണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ് ഇത്, സെൻറ്റർ. യെസ്. ഇനി നമുക്കിനി അടുത്ത് പറയാനുള്ളത് റിജിഡ് ബോഡിക്കിൽ മാസ് ഇതിൻ്റെ എന്താണ്, ഈ കല്ലാവുമ്പോൾ ആ കല്ല് പൊട്ടിപ്പൊടിയായി വരും. അപ്പോൾ ഇതിൻ്റെ ആ പൊടിയാകുമ്പോൾ ഒരു പൊടിയുടെ മാസ് M1, മറ്റൊരു പൊടി മാസ് M2, മറ്റൊരു പൊടിയുടെ മാസ് M3 പോകും. അപ്പോൾ ഈ മാസ് M1 എന്ന മാസത്തിൽ നിന്ന് ഈ സെൻറ്ററിലുള്ള ഡിസ്റ്റൻസ് R1 കൊടുക്കുക. ഇനി M2 എന്ന് പറയുന്ന പൊടിയിൽ നിന്ന് എന്താ സെൻറ്ററിലുള്ള ഡിസ്റ്റൻസ് R2 എന്ന് കൊടുക്കുക. അതുപോലെ ഇവിടെ നിർത്തിയുള്ള ഡിസ്റ്റൻസ് R3 എന്ന് കൊടുക്കുക. യെസ്. അപ്പോൾ എല്ലാ എന്താണ് മാസുകളും കേന്ദ്രീകരിക്കുന്ന പോയിന്റാണ് സെൻറ്റർ ഓഫ് മാസ്. ഇതിൻ്റെ ഈ എന്താ ഇപ്പോൾ കല്ലാണ്, അല്ലെങ്കിൽ പൊട്ടിച്ചാൽ പൊടിയാവും. അപ്പം ചെറിയ തരികൾ കണ്ടിട്ട് ആ ഒരു തടിയുടെ മാസ് M1, മറ്റേ തടിയുടെ മാസ് M2 ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ടോട്ടൽ മാസ് റിജിഡ് ബോഡിയുടെ ടോട്ടൽ മാസിന്റെ ക്യാപിറ്റൽ M1. ഓക്കെ, ഇതാണ് റിജിഡ് ബോഡിയെ കുറിച്ച് പഠിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് നമുക്കിവിടെ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. വെരി ഇമ്പോർട്ടൻറ്റ്. ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് പ്രൂവ് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് ചോദിക്കാം. ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റം അല്ലേ, ഇങ്ങനെ ചോദിക്കാം. വെരി ഇമ്പോർട്ടൻ്റ്, 3 മാർക്കിന് വരുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓർ ഷോ ദാറ്റ് എന്താണ്, ടോ ഈസിക്കൽ ടു dL/dt. ടോ എന്ന് പറഞ്ഞാൽ എന്താ, ടോർക്ക്. ഡി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആംഗുലർ മൊമെന്റം എന്നും ചോദിക്കാം. ഇനി വേറെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. പ്രൂവ് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ഷോ ദാറ്റ് ടോ ഈസിക്കൽ ടു dL/dt. ടോ എന്ന് പറഞ്ഞാൽ ടോർക്ക്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ടോ ഈസ് F into R ആണ്. ടേണിംഗ് ഫോഴ്സ് ഓഫ് ബോഡി ഈസ് കോൾഡ് ടോർക്ക്. ഒരു ബോഡി ഇങ്ങനെ ടേൺ ചെയ്യുക, ഫാൻ ഇങ്ങനെ ടേൺ ചെയ്യുന്നില്ലേ, ആ ടേൺ ചെയ്യാൻ വേണ്ട ഫോഴ്സ് ആണ് ടോർക്ക്. ടോർക്കിന് അതിനകത്ത് മൊമെന്റ് ഓഫ് ഫോഴ്സ് വരും, ഓർ ടോർക്ക് ഓർ മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, ഇതിന്റെ ടോർക്കിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ടോർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ്. F into R, ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനെയും പറയാം, പ്രശ്നമില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആംഗുലർ മൊമെന്റ് കാണാൻ ഇക്വേഷൻ ഇതാ, L is equal to mvr. L is equal to mvr. ഇതാണ് ആംഗുലർ മൊമെന്റം കാണാൻ ഇക്വേഷൻ. അപ്പോൾ പ്രൂവ് ലോസ് ഓഫ് കൺസർവേഷൻ ആംഗുലർ മൊമെന്റം ചോദിച്ചാൽ ആദ്യ ഇക്വേഷൻ എഴുതുക, L is equal to mvr, where L is the angular momentum, m is the mass, v is the velocity, r is the distance. അപ്പോൾ ആംഗുലർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ അവിടെ എഴുതാം, എന്നിട്ട് അതിനെ പ്രൂവ് ചെയ്യാം. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ, പ്രൂവ് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം and show that tau is equal to dL/dt അല്ലേ. അപ്പോൾ ആംഗുലർ മൊമെന്റം കാണാൻ ഇക്വേഷൻ L is equal to mvr അല്ലേ. നമുക്ക് P is equal to m into v അറിയാലോ, മാസ് ഇൻറ്റു വെലോസിറ്റി, ഇതാണ് മൊമെന്റം. അപ്പോൾ L is equal to P into R എന്ന് പറയും. ഇനി ഇത് വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എന്താണ്, L വെക്റ്റർ is equal to P വെക്റ്റർ into R വെക്റ്റർ എന്ന് എഴുതാം. ഓക്കെ, വെക്റ്റർ ഫോമിൽ എഴുതാം, പ്രൂവ് ചെയ്യാൻ പറ്റാൻ. നെക്സ്റ്റ് ഇനി സമയത്തിനനുസരിച്ച് ആംഗുലർ മൊമെന്റം മാറും. അപ്പോൾ എന്താ എഴുതുമ്പോൾ dL വെക്റ്റർ ബൈ dt എന്ന് കൊടുക്കാം, ഡിവൈഡ് ബൈ d/dt ഇൻറ്റു P വെക്റ്റർ ക്രോസ് R വെക്റ്റർ എന്ന് എഴുതാം. യെസ്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്താ, dL വെക്റ്റർ ഡിവൈഡ് ബൈ dt is equal to, ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇതിന് അപ്പം എന്ത് ചെയ്യുക, P കോൺസ്റ്റന്റ് ആയിരിക്കുക, P ഇൻറ്റു dr വെക്റ്റർ ബൈ dt എന്ന് എഴുതാം. P കോൺസ്റ്റന്റ് ആയിട്ട് dr ബൈ dt എന്ന് എഴുതാം.
ഇനി ഇത് ആർ കോൺസ്റ്റന്റ് ആക്കാം. ആർ വെക്റ്റർ ഇൻറ്റു എന്നിട്ട് എന്താ ഡി പി ബൈ ഡി ടി, ഡി പി വെക്റ്റർ ബൈ ഡി ടി. ഓക്കെ, യെസ്. ആദ്യം എന്ത് ചെയ്യാം, ഇത് കോൺസ്റ്റന്റ് ആക്കുക, എന്നിട്ട് ഡി ആർ ബൈ ഡി ടി എഴുതുക, പ്ലസ് അത് ഇക്വേഷൻ മനസ്സിൽ ഇത് കോൺസ്റ്റന്റ് ആക്കുക, ഡി പി ബൈ ഡി ആർ ടി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഡി എൽ വെക്റ്റർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എം ഇൻറ്റു വി അല്ലേ, എം വെക്റ്റർ ഇൻറ്റു വി വെക്റ്റർ, എം വെക്റ്റർ ഇൻറ്റു വി വെക്റ്റർ അറിയാം. യെസ് അല്ലേ, ഇങ്ങനെ വരും. ഇൻറ്റു ഇനി ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വി ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി ആണ്. പിടിച്ചില്ലേ, ചേഞ്ച് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഇത് വെലോസിറ്റി. അപ്പം ഇൻറ്റു വി വെക്റ്റർ എന്ന് എഴുതാം. ഇതെന്താ ഡി ആർ ബൈ ഡി ടി വെക്റ്റർ എന്ന് പറയുമ്പോൾ ഡി ആർ വെക്റ്റർ ഡിവൈഡ് ഡി ടി എന്ന് പറഞ്ഞാൽ വി വെക്റ്റർ പ്ലസ് ഇനി എന്ത് വരും ആർ, ആർ വെക്റ്റർ ഇൻറ്റു ഡി ബൈ ഡി ടി. ഇനി പി വെക്റ്റർ എന്ന് പറയുന്നത് എന്താ എം ഇൻറ്റു വി വെക്റ്റർ, എം ഇൻറ്റു വി ഇങ്ങനെ വരും. പി എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു വി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വരും. അപ്പോൾ ഇനി എം ഇൻറ്റു വി വെക്റ്റർ പ്ലസ് വി വെക്റ്റർ, വി വെക്റ്റർ പ്ലസ് വി വെക്റ്റർ പ്ലസ് ഇനി എമ്മിനെ പുറത്തെടുക്കുമ്പോൾ ആർ വെക്റ്റർ എം ഇൻറ്റു ഡി വി വെക്റ്റർ ബൈ ഡി ടി എന്ന് വരും അല്ലേ. എം പുറത്ത് ആർ വെക്റ്റർ ഇൻറ്റു എം ഡി വി ബൈ ഡി ടി. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട വി വെക്റ്റർ പ്ലസ് വി വെക്റ്റർ എത്രയാണ്, സീറോ ആണ്. പഠിച്ചിട്ടുണ്ടാവും. വി വെക്റ്റർ വി വെക്റ്റർ സീറോ. അപ്പോൾ ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു സീറോ പ്ലസ് ആർ വെക്റ്റർ അല്ലേ, ആർ വെക്റ്റർ, ആർ വെക്റ്റർ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ അറിയാം ആക്സലറേഷൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പഠിച്ചില്ലേ. അപ്പോൾ ഡി വി ബൈ ഡി ടി ആണത് ആക്സലറേഷൻ, ഡി വി ബൈ ഡി ടി ആണത് ആക്സലറേഷൻ. അപ്പോൾ എന്താ ഇൻറ്റു എ എന്ന് വരും. നെക്സ്റ്റ് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഇതാണ്, നോക്കുക ഇവിടെ എം ഇൻറ്റു സീറോ എത്രയാ, സീറോ ആണ്. എം ഇൻറ്റു സീറോ സീറോ, എം ഇൻറ്റു സീറോ സീറോ. ഓക്കെ, അപ്പോൾ എം ഇൻറ്റു സീറോ സീറോ. അപ്പോൾ നമ്മൾ ഡി എൽ വെക്റ്റർ ബൈ ഡി ടി ഇസിക്കൽ ടു എം ഇൻറ്റു സീറോ സീറോ. അപ്പോൾ ആർ വെക്റ്റർ ഇൻറ്റു എം ഇൻറ്റു എ അല്ലേ. നമുക്ക് എഫ് ഇസിക്കൽ ടു എം എ എന്നറിയാം, പിടിച്ചില്ലേ, എഫ് ഇസിക്കൽ ടു എം എ. അങ്ങനെയാണെങ്കിൽ ഡി എൽ വെക്റ്റർ ബൈ ഡി ടി ഇസിക്കൽ ടു ആർ വെക്റ്റർ ഇൻറ്റു എഫ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഡി എൽ വെക്റ്റർ ഡിവൈഡ് ബൈ ഡി ടി ഇസിക്കൽ ടു എഫ് ഇൻറ്റു ആർ വെക്റ്റർ. പിന്നെ എഫ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ടോ, നമ്മൾ ടോ ഇസിക്കൽ ടു എഫ് ഇൻറ്റു ആർ എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി എൽ വെക്റ്റർ ബൈ ഡി ടി ഇസിക്കൽ ടു ടോ എന്ന് വരും. Yes, okay. Next, therefore, tau is equal to last വരും tau is equal to dl by dt അല്ലേ. tau is equal to dl by dt. tau എന്ന് പറഞ്ഞാൽ എന്താ, ടോർക്ക്. dl, tau is equal to dl by dt. tau is the torque, dl എന്ന് പറഞ്ഞാൽ change in angular momentum, dt എന്ന് പറഞ്ഞാൽ change in time. This shows that the torque is equal to the rate of change of angular momentum. അപ്പോൾ ഷോ ദാറ്റ് വെച്ച് ഇതാണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്കിത് ക്വസ്റ്റ്യൻ വരാം. സ്റ്റേറ്റ് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ ബോഡി, ടോട്ടൽ ആംഗുലർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ അതിന് എക്സ്റ്റേണൽ ടോർക്ക് തിരിയാൻ വേണ്ട ഫോഴ്സ് ഉപയോഗിക്കണ്ട, അത് തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഫാൻ ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തുമ്പോൾ ആംഗുലർ മൊമെന്റ് ഉണ്ടാവും. അപ്പോൾ ഇനി കറങ്ങി ഇവിടെ എത്തുമ്പോൾ ആംഗുലർ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ആംഗുലർ മൊമെന്റിന് പിന്നെ ഉണ്ടാവും. അപ്പോൾ ആംഗുലർ മൊമെന്റ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ആ സ്റ്റേറ്റ് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം പോയിട്ട് നിർമ്മിച്ചാൽ എന്ത് ചെയ്യാം, ആദ്യ സ്റ്റേറ്റ്മെന്റ് പറയാം ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ ദം ദ ടോട്ടൽ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അങ്ങനെ പറഞ്ഞ ശേഷം ഇത് പ്രൂവ് ചെയ്യുക. ലാസ്റ്റ് എന്താ ടോ ഈസ് ഈക്വൽ ടു dl by dt എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ്, റിജിഡ് ബോഡി. എന്താ മൊമെന്റ് ഓഫ് ഇനേഷ്യ, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒന്ന് പഠിക്കണം അല്ലെ. മൊമെന്റ് ഓഫ് ഇനേഷ്യ വെരി ഇമ്പോർട്ടന്റ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ
മൊമെന്റ് ഓഫ് ഇനേഷ്യ. റെപ്രസെന്റേഷൻ എന്താ വരിക? ഐ വരിക. ഐ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ റെപ്രസെന്റേഷൻ ഐ. ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ, വേർ ഐ ഈസ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ, എം ഈസ് ദി മാസ്, ആർ ഈസ് ദി ഡിസ്റ്റൻസ്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ, ആ ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവും. ഇങ്ങനെ കാണുമ്പോൾ എന്താ ഓപ്പോസിറ്റ് ആവും. അതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉദ്ദേശിക്കുന്നത്. യെസ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ഡിഫൈൻഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിജിഡ് ബോഡി. എന്താ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിജിഡ് ബോഡി? ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിജിഡ് ബോഡി. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ നോക്കാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിജിഡ് ബോഡി. റിജിഡ് ബോഡി വെരി ഇമ്പോർട്ടൻറ്റ്. റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബോഡി വരക്കാം. ഇതാണ് റിജിഡ് ബോഡി. റിജിഡ് ബോഡി മാസ് എം ആണ്. അപ്പൊ ഈ ബോഡി ഇങ്ങനെ കല്ല് അല്ലെ, കല്ലിന്റെ മാസ് എം ആണ്. പക്ഷേ ഇതിന്റെ റേഡിയസ് ആറുമാണ്, ക്യാപിറ്റൽ ആറ്. അങ്ങനെ റേഡിയസും എമ്മുള്ള ഈ റിജിഡ് ബോഡി ഈസ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓൺ മാസസ്. അപ്പൊ കല്ല് എന്ന് പറഞ്ഞാൽ കല്ല് പൊട്ടിച്ചാൽ പൊട്ടിയാവും. അപ്പം കുറച്ച് ചെറിയ ഒരു പൊടി ഉണ്ടാവും, അതിന്റെ മാസ് M1. മറ്റൊരു പൊടി ഉണ്ടാവും, മറ്റൊരു മാസ് M2, പിന്നെ M3. ഇങ്ങനെ കുറേ മാസുകൾ ഉണ്ടാവും. അപ്പൊ ഈ മാസിന് ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് R1 ആണ്. ഈ മാസിന് ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് R2 ആണ്. ഈ മാസിന് ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് R3 ആണ് അല്ലെ. അപ്പൊ എല്ലാ മാസുകളും കേന്ദ്രീകരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഇത്. ഇതിന് പറയുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. എന്താ പറയാ? സെന്റർ ഓഫ് മാസ് അല്ലെ. The center of mass is defined as the point where all mass of the system assumed to be concentrated. എല്ലാ മാസുകളും കേന്ദ്രീകരിക്കുന്ന ഒരു പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ് അല്ലെ, സെന്റർ ഓഫ് മാസ്. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെ പറഞ്ഞ ശേഷം കൺസിഡർ എ റിജിഡ് ബോഡി ഓഫ് മാസ് M with a radius R. This rigid body consists of large number of particles of masses M1, M2, M3 at a distances R1, R2, R3. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആകുമ്പോൾ I is equal to M1 R1 square plus M2 R2 square plus M3 R3 square അല്ലേ, plus Mn Rn square. ഓക്കെ, ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ എന്താണ്? M1 is equal to M2 is equal to M3 is equal to M. Then R1 is equal to R2 is equal to R3 is equal to R. അല്ലേ, അങ്ങനെയാകുമ്പോൾ I is equal to M into എന്താ M into R1 square plus R2 square plus R3 square. ഓക്കെ, R3 square. അങ്ങനെയാണെങ്കിൽ I is equal to M R square. This is the moment of inertia rigid body. Okay, moment of inertia rigid body ആണിത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം എന്താ? മൊമെന്റ് കൈനറ്റിക് എനർജി. അതിന് മുമ്പേ നമ്മളൊരു കാര്യം പഠിക്കണം, റേഡിയസ് ഓഫ് ജൈറേഷൻ. എന്താ റേഡിയസ് ഓഫ് ജൈറേഷൻ? വെരി ഇമ്പോർട്ടന്റ്. റേഡിയസ് ഓഫ് ജൈറേഷൻ. എന്താണ് ജൈറേഷൻ? റേഡിയസ് ഓഫ് ജൈറേഷൻ പഠിക്കണ്ട. റേഡിയസ് ഓഫ് ജൈറേഷൻ. റേഡിയസ് ഓഫ് ജൈറേഷന്റെ റെപ്രസെന്റേഷൻ ആപ്പിൾ R ആണ്. നോക്കാം. യെസ്, ഇതിപ്പോ റിജിഡ് ബോഡിയാ. ഇതാണ് റിജിഡ് ബോഡി. ഇതിന്റെ സെന്റർ ഇതാണ്. ഇതിനെ പറയുന്ന പേരാ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സെന്റർ ഓഫ് മാസ്. ഇനി ഈ സെന്റർ ഓഫ് മാസ് ഈ ആക്സിസ് വരെ, ഇതാണ് ആക്സിസ്, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് ജൈറേഷൻ. ബട്ട് ഇത് സെന്റർ ഓഫ് മാസ് ആണ്. എല്ലാ മാസുകളും കേന്ദ്രീകരിക്കുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. The radius of gyration is defined as the distance from the center of mass to the axis. അല്ലെങ്കിൽ distance from the axis to the center of mass. Distance from the axis to the center of mass. Axis ന്ന് center of mass വരെ distance എന്താണ്? Radius of gyration. What is the radius of gyration? What is the radius of gyration? Radius of gyration is defined as the distance from the axis to the center of mass. അല്ലേ, അപ്പോൾ radius of gyration കാണുന്ന equation I is equal to M square. You can find then M square is equal to എന്താണ്? I ആണ്. അപ്പോൾ R കാണണം. അപ്പോൾ R square is equal to I by M വരും. I by M.
then r is equal to root of I by m. Then I is the moment of inertia, m is the mass. ഇതാണ് റേഡിയസ് ഓഫ് ജനറേഷൻ കാണാൻ ഇക്വേഷൻ. ചിലപ്പോൾ ഓർ ഇങ്ങനെ പഠിക്കാം, എന്താ I is equal to mk സ്ക്വയർ. അപ്പോൾ എന്താണ് k കാണും, അപ്പോൾ k എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് I by m. ഓക്കെ, രണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ റേഡിയസ് ഓഫ് ജനറേഷൻ ഇക്വേഷൻ r is root of I by m. S unit of radius of generation is meter. CS unit of radius of generation is centimeter. Dimension of radius of generation is raised to 1. Okay. Next, and നമുക്ക് മനസ്സിലായി kinetic energy of rotating body ആണ്. Rotating rigid body എന്നാണ് important. Kinetic energy of derive an expression for kinetic energy. Kinetic energy of rotating rigid body. Rotating rigid body. Okay. Rigid ബോഡിയുടെ റൊട്ടേറ്റ് ചെയ്യുന്ന റിജിഡ് ബോഡിയുടെ കൈനറ്റിക് എനർജി കാണാനാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ റിജിഡ് ബോഡി ഇതാണ്, ഇതിന്റെ സെന്റർ ഓഫ് മാസിനാണ്. നേരെ ഒക്കെ സെന്റർ ഓഫ് മാസ്. ഓക്കെ, സെന്റർ ഓഫ് മാസ് ബി എന്ന് കൊടുക്കുക, ഇവിടെ എന്താ ബി എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാ ഇവിടെ കണ്ടാ consider a rigid body of mass rotating with angular velocity omega. Rotate ചെയ്യുമ്പോൾ angular velocity omega with linear velocity v എന്നാണ്. അപ്പോൾ എന്താണ് കൺസിഡർ റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് എന്താ ആംഗുലർ വെലോസിറ്റി ഒമേഗ ആൻഡ് ദി ലീനിയർ വെലോസിറ്റി v. ഈ റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ റൊട്ടേറ്റിംഗ് ചെയ്യുമ്പോൾ ഈ മൂവ് ചെയ്യുമ്പോൾ എനർജി ഉണ്ട്, ആ എനർജിയാണ് കൈനറ്റിക് എനർജി. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ അവിടെ ലീനിയർ വെലോസിറ്റി ഉണ്ടാവും. ലീനിയർ വെലോസിറ്റി v is equal to r omega. Linear velocity is equal to angular velocity എന്ന് പഠിച്ചത്, വെരി ഇമ്പോർട്ടൻ്റ്. Then this is number 1. Then kinetic energy of rotating body. Kinetic energy ആണ് ഇക്വേഷൻ എന്താ, half mv square. This is number 2 എന്ന് കൊടുക്കുക. Substitute 1 in 2. 1 in 2. ഈ 1 എടുത്ത് 2 കൊടുക്കുക. അപ്പൊ k is equal to half m into v ന്റെ സ്ഥാനത്ത് r omega or square എന്ന് വരും. അപ്പൊ k is equal to half m r square omega square. r square omega square അല്ലേ. അപ്പൊ m r square എന്താ, m r square എന്ന് പറഞ്ഞാൽ എന്താ, i is equal to m r square പഠിച്ചില്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ k is equal to half I omega square. This equation gives the kinetic energy of rotating rigid body. Okay, very important ആണ്, ഇതങ്ങ് പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി രണ്ട് തിയറമാണ്, വെരി ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. ഒന്ന് പാരലൽ ആക്സിസ് തിയറം, മറ്റൊന്ന് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഈ രണ്ട് തിയറും വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലെറ്റ്സ് നോക്കാം പാരലൽ ആക്സിസ് തിയറം. എന്ത് പാരലൽ ആക്സിസ് തിയറം നോക്കാം. പാരലൽ ആക്സിസ് തിയറം ഷുവറായിട്ട് ഇത് വരും, പാരലൽ ആക്സിസ് തിയറം. ഇവിടെ ഇതെന്താ, റിജിഡ് ബോഡിയാണ്, ഇതിന്റെ സെന്റർ ഓഫ് മാസ് അല്ലെ, സെന്റർ ഓഫ് മാസിലാണ് എല്ലാ മാസുകളും കേന്ദ്രീകരിക്കുന്ന പോയിന്റ്. ഇനി ഇതിന് പാരലായിട്ട് ഒരു ആക്സിസ്, ഇതാണ് പാരലൽ ആക്സിസ്. ഇവിടെ നിന്ന് എന്താ മൊമെന്റ് ഓഫ് ഇനേഷ്യ അവിടുത്തെ എന്താണ് ഇങ്ങോട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ m സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എ ബി സെൻട്രൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ I0 ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതൊരു റിജിഡ് ബോഡിയാണ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ഇവിടെ ഒരു ആക്സിസ് ഇവിടെ ഒരു പാരലായിട്ട് ആക്സിസ് ഉണ്ടാവും, ആ തിയറാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തിരിയുമ്പോൾ ഈ സെൻട്രൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവും. അതാണ് I0 മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി സെൻട്രൽ മൂവ് ചെയ്യാനുള്ള കഴിവ് ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ സെൻട്രിൽ നിന്ന് ആക്സിസിനും മൂവ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ സെൻട്രൽ മൂവ് ചെയ്യും, ആക്സിസിന് പോയി, രണ്ടും എന്താണ് പാരലായി. അതാണ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം ഇക്വേഷൻ I is equal to I0 plus m square എന്ന് പറഞ്ഞാൽ എന്താ, ഈ സെൻട്രലിലെ എന്താണ് സെൻട്രലിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യോട് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂട്ടിയാൽ ഇത് കിട്ടും. അപ്പൊ രണ്ടും എന്തായി, പാരലായി അല്ലേ. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട I0 is the
എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി സെന്റർ. എം ഈസ് ദി മാസ്, ആർ ഈസ് ദി റേഡിയസ്. അപ്പൊ എന്താ പറയാ, പാരലൽ ആക്സിസ് ഈക്വേഷൻ ഓർമ്മിച്ചാൽ ഐ ഈസ് I0 പ്ലസ് എം ആർ സ്ക്വയർ. പാരലൽ ആക്സിസ് ഇതിങ്ങനെ ഇങ്ങനെ കറങ്ങുമ്പോൾ പാരലൽ ആക്സിസ് ഒരു ആക്സിസിൽ ഒരു ആക്സിസ് ഉണ്ടാവും, അതാണ് പാരലൽ ആക്സിസ്. ഓക്കെ, അപ്പൊ നമ്മള് പാരലൽ ആക്സിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ബോഡി അബൌട്ട് ആൻ ആക്സിസ് ഈസ് ഈക്വൽ ടു ദി സം, ഇത് രണ്ടും കൂട്ടുക, സം ഓഫ് ദി മൊമെന്റ് ഓഫ് inertia about a parallel axis passing to the center of mass and product of mass and square of the distance between axes. Okay, എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേഷ്യം ഇവിടുന്ന് ഇങ്ങോട്ടേക്കുമുള്ള മൊമെന്റ് കൂട്ടി രണ്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യം കൂട്ടിയാലാണ് ഈ ആക്സിസിലെ അല്ലെങ്കിൽ ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടുക. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ബോഡി അബൌട്ട് ആൻ ആക്സിസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് moment of inertia about a parallel axis passing to the center of mass and product of mass and square of the distance between two axes. I0 എന്നാണ് moment of inertia about the center, mass square മുന്നോട്ടേക്കുള്ള. അപ്പോൾ രണ്ട് ആക്സിസ് കൂടെ നല്ലോണം കറങ്ങും, അതാണ് പാരലൽ ആക്സിസ് തിയറം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പെർപെൻഡിക്കുലർ, ഇത് എക്സാമിന് വരും, രണ്ടും വരും. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ആക്സിസ് തിയറം എന്താ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ നോക്കാം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ IZ = IX പ്ലസ് IY ആണ്. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അല്ലെ. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ നോക്കാം അല്ലെ. ഇത് എന്താണ്, ഒരു സർക്കിളാണ്. ഈ സർക്കിൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി എന്താണ് ഡയമീറ്റർ അല്ലെ സെന്റർ. പിന്നെ ഇവിടെ ഇങ്ങനെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവും, അതുപോലെ ഇങ്ങനെയും മൊമെന്റ് ഓഫ് ഉണ്ടാവും. ഇവിടെ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് X1 വെച്ചോ, ഇവിടെ ഉണ്ടാകുന്നത് Y/Y1, ഇവിടെ ഉണ്ടാകുന്നത് Z/Z1. ഇതാണ്. അപ്പോൾ ഈ ഇതിലത്തെ മൊമെന്റ് ഓഫ് ഇനേഷ്യം ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേഷ്യം കൂട്ടിയാൽ കിട്ടുന്നതാണ് ഇത് ആക്സിസ് പെർപെൻഡിക്കുലർ ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ റെപ്രസെന്റ് IZ = IX പ്ലസ് IY എന്നാണ്. അപ്പോൾ മൊമെന്റ് IZ is the moment of inertia about the Z axis. Z axis ഇത് പെർപെൻഡിക്കുലർ ഡയമീറ്റർ. പിന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യ about X axis, പിന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യ about Y axis അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ പറയുന്നു, മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലെയിൻ ലാമിനയാണ് ലാമിന about an axis is equal to the sum of the moment of inertia about X axis and moment of inertia about Y axis. ഈ X ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യം Y ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യം കിട്ടുന്നതാണ് പെർപെൻഡിക്കുലർ. അപ്പോൾ IZ = IX പ്ലസ് IZ അല്ലേ, IY. IZ = IX പ്ലസ് IY. IX is the moment of inertia about X axis. IY is the moment of inertia about Y axis. IZ is the moment of inertia about Z axis. അപ്പം എന്താണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എങ്ങനെ വെരി ഇമ്പോർട്ടൻറ്റ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ of lamina about an axis is equal to the sum of moment of inertia about X axis and moment of inertia about Z axis, about Y axis. Then IZ is equal to IX plus IY. Okay, the moment it states that perpendicular axis theorem states that moment of inertia of plane lamina about axis is equal to the sum of moment of inertia about X axis and moment of inertia about Y axis. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൂടി വ്യക്തമായി നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിലാണ്, ഇനി അടുത്ത സെക്കൻഡ് പാർട്ടിൽ നമുക്ക് നിങ്ങളെ കാണാം. ഓക്കെ.